ഹലോ. ഇന്ന് ബുധനാഴ്ച രാവിലെയായി. ഇന്നലെ രാത്രിയിലെ ഒരു ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. രാവിലെയൊക്കെ എല്ലാവരും ചാറ്റമഴയിലെ കുടയൊക്കെ പിടിച്ചാണ് മോനും ഓഫീസിലോട്ട് പോയത്. ഇന്നലെ വീഡിയോ ഒന്നും പ്രത്യേകിച്ച് ചെയ്തില്ല. ബൈബിളിലെ മെസ്സേജുകളാണ് 2-3 മെസ്സേജുകളൊക്കെ ഇട്ടത്. ഇന്നലെ വൈകിട്ട് 4 മണിക്ക് ചായയുടെ കൂടെ ദിൽഖുഷാണ് വാങ്ങിച്ചത്. ഞങ്ങൾ അധികം വാങ്ങിക്കാറില്ല, കാരണം മധുരമാണ്. അതൊരു കേക്കിൻ്റെ പൊടിയും പിന്നെ അതിനകത്ത് എന്തൊക്കെ മുന്തിരിങ്ങ പോലുള്ള ഫ്രൂട്ട്സൊക്കെ വെച്ചുകൊണ്ടാണ് ദിൽഖുഷ് ഉണ്ടാക്കുന്നത്. ചപ്പക്കാർക്ക് കൊള്ളാം. ഞങ്ങൾ രണ്ടുപേർക്കും ഷുഗർ ഉള്ളത് കൊണ്ടാകാൻ അധികം കഴിക്കാറില്ല. എന്നാലും ഒരു പീസ് ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒക്കെ കഴിക്കും. രാത്രിയിൽ ചപ്പാത്തിയും മുട്ടക്കറിയുമായിരുന്നു. ലേറ്റായിട്ടാണ് കഴിച്ചത്. ഭാഗ്യത്തിന് ഞാൻ മുട്ടക്കറി സവാളയും തക്കാളിയും ഒന്നും ചേർക്കാതെ ടൊമാറ്റോ സോസും അതേപോലെ കിച്ചൺ ട്രഷേഴ്സിൻ്റെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് നല്ലതാണ്, നല്ല ടേസ്റ്റ്. പണ്ടൊരിക്കൽ ഞാൻ വാങ്ങിച്ചത് അത്രയും പറ്റത്തില്ലായിരുന്നു. ഇത് കൊള്ളാൻ നല്ല ടേസ്റ്റാണ്. കുറച്ച് ചുമന്നുള്ളിയും പച്ചമുളകും കൂടെ കുറച്ച് അല്പം എണ്ണയിൽ വഴറ്റി നല്ലതുപോലെ മൂത്ത് വന്നപ്പോൾ ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും അതേപോലെ ടൊമാറ്റോ സോസ് ലാസ്റ്റിലാണ് ഒഴിച്ചത്. അതിൻ്റെ കൂടെ 1/4 സ്പൂൺ മോനെ വരുമ്പോൾ അവന് ചേരുന്ന രീതിയിലുള്ള ഫുഡ്, അധികം എരിവ് സ്പൈസസ്, ഈ ഗ്രാമ്പൂ പട്ട ഏലക്ക ഇതിൻ്റെ ഒന്നും സ്പൈസസ് വലിയ ഇഷ്ടമല്ലാത്തത് കൊണ്ട് അതധികം ചേർക്കാറില്ല. എങ്കിലും എന്തെങ്കിലുമൊക്കെ ചേർക്കണമല്ലോ. ഒരു 1/4 സ്പൂൺ പിരിയമുളക്, എരിവില്ലാത്ത മുളക് പൊടിയും 2 സ്പൂൺ മല്ലിപ്പൊടിയും ഇത്രയും കൂടെ ചേർത്ത്. മല്ലിയുടെ ടേസ്റ്റ് മുന്നേ നിൽക്കുമോ എന്നിപ്പോൾ, എങ്കിലും പെട്ടെന്ന് അത് വളർന്നു വന്നപ്പോൾ അധികം ചെറിയ ചുവന്ന നിറവുമുണ്ട്. എന്നാൽ ജസ്റ്റ് അത്രയും വലിയ ടേസ്റ്റൊന്നും തോന്നിയില്ല. കാരണം തക്കാളി ഇനിയും ടൊമാറ്റോ സോസ് അല്പം ലാസ്റ്റിൽ ഒഴിക്കാൻ പോകുന്നതേ ഉള്ളൂ. എങ്കിലും പെട്ടെന്ന് ചിന്തിച്ചു, അന്ന് ഫിഷ് കറി ഉണ്ടാക്കിയതിൻ്റെ ബാക്കി നമ്മുടെ മാഗിയുടെ ഇതിരിപ്പുണ്ട്. എന്താണ്, മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ, അതിൽ 1 ടേബിൾ സ്പൂൺ എടുത്ത് അതിനകത്തൊരു 1/2 ഗ്ലാസ്സില്ല 1/4 ഗ്ലാസ് നല്ല ചൂടുള്ള വെള്ളം ചേർക്കണം, ഇല്ലെങ്കിൽ ഇത് കലങ്ങത്തില്ല. 1/4 ഗ്ലാസ് വെള്ളം കൂടെ, നല്ല ചൂടുള്ള വെള്ളം കൂടെ ചേർത്ത് ഇതിനകത്തോട്ട് ചേർത്ത് ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് ചെറു തീയിലിട്ട് നല്ലതുപോലെ പറ്റിച്ച് ഒരു ചാറ് കുറുകിയ പരുവത്തിലെടുത്തു. ഇപ്പം വലിയ കളറുമില്ല. വലിയ ചുമന്ന കറി കണ്ടാൽ പുള്ളി കഴിക്കത്തില്ല. മുട്ട മാത്രം കഴിച്ച് ചാറവിടെ ദൂരോടെ വെച്ചേക്ക്. എന്തിൻ്റെ കറിയായാലും സാമ്പാറൊന്നും കഴിക്കത്തേ ഇല്ല. സാമ്പാർ, തീയൽ, അങ്ങനെയുള്ള രസം ഇതൊന്നും ഇഷ്ടമല്ല. അത് ഉച്ചക്കൊന്നും ചോറൊന്നും ഉണ്ണാറില്ല. ഉച്ചയ്ക്ക് ക്യാൻറ്റീനിൽ നിന്ന് അവിടെ നിന്ന് ചോറുണ്ണും. ചോറ് എന്താണെന്ന് അറിയത്തില്ല. സാൻഡ്വിച്ചോ ചിക്കൻ ബിരിയാണിയോ ഫ്രൈഡ് എന്തെങ്കിലും പുള്ളിയുടെ ഇഷ്ടമുള്ളതനുസരിച്ച് കഴിക്കും. മോള് പറയും അതൊന്നും ചോക്കണ്ട, എന്താണെന്ന് വെച്ചാൽ പുള്ളി ഇഷ്ടം പോലെ കഴിക്കട്ടെ, മോന് ഇഷ്ടമുള്ളത് കഴിച്ചേച്ച് വരട്ടെ. വൈകിട്ടെന്നും ചപ്പാത്തി അല്ലെങ്കിൽ ദോശ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ള ബ്രേക്ക്ഫാസ്റ്റിൻ്റെ സംഭവങ്ങൾ തന്നെയാണ് രാത്രിയിലും കഴിക്കുന്നത്. ചോറൊന്നും കഴിക്കത്തേ ഇല്ല. അല്ലെങ്കിൽ കൊള്ളാം ഫ്രൈഡ് റൈസോ ബിരിയാണി അങ്ങനെയുള്ളതൊക്കെ ആണെങ്കിൽ കുറച്ച് ചോറ് കഴിക്കും. അപ്പോൾ അതൊന്നും ഞങ്ങൾ രണ്ടുപേരും മാത്രമുള്ളപ്പോൾ അതൊന്നും പ്രത്യേകം ഇങ്ങനെ ഉണ്ടാക്കാറില്ല. അങ്ങനെ അത് അപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു. ഞങ്ങൾ കഴിച്ചു. ഇന്നലെ വൈകിട്ട് അപ്പോൾ ഈ കറി ഉണ്ടായിരുന്നത് കൊണ്ട് ഹസ്ബൻഡും ചോറൊന്നും ഉണ്ടില്ല. ചപ്പാത്തിയായിരുന്നു, പാക്കറ്റിലെ ചപ്പാത്തിയാണ്. ഇപ്പോൾ 10-ൻ്റെ ഉണ്ട്, 16, 17-ൻ്റെയൊക്കെ ചപ്പാത്തിയുണ്ട്. വലിയ ചപ്പാത്തി അല്ലെങ്കിലും കൊള്ളാം, യാതൊരു കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനും 2 ചപ്പാത്തി തിന്നു. ഒരു മുട്ടയും എൻ്റെ ചാറും നല്ലതായിരുന്നു. അതുപോലെ ഹസ്ബൻഡ് 3-4 തിന്നു. മോന് 4 വെച്ചിരുന്നെങ്കിൽ 2 കഴിച്ചുള്ളൂ. കാരണം ലേറ്റായിട്ടാണ്, ഒരു സന്ധ്യയാകുമ്പോൾ 7 മണി മുതലൊക്കെ ഒരു അമേരിക്കയിൽ നിന്നുള്ള കോളൊക്കെ വരുന്നവൻ ടെക്നോ പാർക്കിലല്ലേ, ഇൻഫോസിസിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അവിടെ നിന്നുള്ള കോൾ, അവരുടെ സാഹിബന്മാർ എഴുന്നേറ്റ് വരുമ്പോഴാണ് നമ്മുടെ സന്ധ്യയായി കഴിയും. പിന്നെ അത് 9:30, 9:45 വരെയും നീണ്ടു. മോൾ വിളിച്ചു, ഇതുവരെയും എന്താ ഫോൺ ചെയ്തിട്ടൊന്നും അറ്റൻഡ് ചെയ്തില്ല. ഞാൻ പറഞ്ഞു മീറ്റിങ്ങിലാണ്. അത് കഴിഞ്ഞിട്ട് വന്നുകൊണ്ട് അല്പം 2 ചപ്പാത്തിയും എൻ്റെ ഗ്രേവിയൊന്നും എടുത്തില്ല, അല്പം എടുത്തു. ഇതിൽ മുട്ടയും കൂട്ടി കഴിച്ചു. പിന്നെ ദിവസം എല്ലാ ഭക്ഷണത്തിൻ്റെ കൂടെയും ഓരോ പഴം കൂടെ, മറ്റ് ഫ്രൂട്ട്സ് ഒന്നും വേണ്ട, ഓരോ പഴം, ഒന്നുകിൽ റോബസ്റ്റ പഴം അല്ലെങ്കിൽ പളയുന്ന, ഇതാണ് ഞങ്ങൾ സ്ഥിരം വാങ്ങിക്കുന്ന പഴങ്ങൾ. അതുകൂടെ കഴിച്ചു കഴിഞ്ഞു. വീണ്ടും രാവിലെ 6:30 ആകുമ്പോഴത്തേക്ക് എല്ലാം ബ്രേക്ക്ഫാസ്റ്റ് റെഡി ആക്കണം. വെളുപ്പിനെ 5 മണിക്ക് ഞാൻ ഹസ്ബൻഡും കൂടെ എന്നെ സഹായിക്കാൻ പുള്ളിയും കൂടെ വരും. ഹസ്ബൻഡ് വരും. ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് 6:30 ആകുമ്പോഴത്തേക്ക് മേശപ്പുറത്ത് ആക്കണം. 6:45 കഴിക്കും. 7-ന് ഇവിടുന്ന് പോകും. സ്റ്റാച്യു വഴിയാണ് പോകുന്നത്. ലോ ഫ്ലോർ AC ബസ്സുണ്ട്. രാവിലെ AC ബസ്സിൻ്റെ നിന്നുള്ള ടെക്നോ പാർക്കിൻ്റെ സൈഡിൽ ബസ് നിർത്തും. ഉച്ചയ്ക്ക് ഒരു 2 മണിയാകുമ്പോഴത്തേക്ക് വരും. ഫുഡ് അവിടുന്ന് കഴിച്ചേച്ച് വരും വീട്ടിലോട്ട്. അപ്പോൾ ഇന്ന് വൈകിട്ടത്തേക്ക് ദോശയും കടലക്കറിയൊക്കെയാണ്. ഓരോ മെനു ഞാൻ ഓരോന്നോരോന്ന് കരുതി വെച്ചേക്കും. കടലക്കറിയുമാണ് അതിനോട് ദോശ. പിന്നെ മറ്റേതരമല്ല, വ്യാഴാഴ്ച രാവിലത്തേക്ക് അതിൻ്റെ തന്നെ ദോശമാവുണ്ടല്ലോ, എല്ലാം പാക്കറ്റിലെ ദോശമാണ്. അത് കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കും. ഇഡ്ഡലി കൊണ്ട് എന്താണെന്നുള്ള അതിൻ്റെ കൂട്ടുള്ള അംശങ്ങൾ, വലിയ എരിയൊന്നും ഇല്ലാത്ത എന്തെങ്കിലും സംഭവം കൊടുക്കണം. അപ്പോൾ ഈ മുട്ടക്കറി നല്ല ടേസ്റ്റാണ്. ഈ മാഗിയുടെ
കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർക്കുന്നത് കൊള്ളാം, നല്ല ടേസ്റ്റാണ്. ഒരുപാട് സവാള ചേർത്ത് നമ്മൾ മുട്ടക്കറി ഉണ്ടാക്കുമ്പോൾ കുറേ കൂടുതൽ എണ്ണ ഒഴിക്കേണ്ടി വരും. വലിയൊരു സ്പൂൺ എണ്ണയെങ്കിലും ഒഴിക്കാതെ നമ്മൾ ഈ സവാള വഴന്ന് കിട്ടത്തില്ല. ഇപ്പോൾ കൊച്ചുള്ളി ആകുമ്പോൾ നമ്മുടെ ചെറുപ്പത്തിലേക്ക് എല്ലാവരും കൊച്ചുള്ളി ചേർത്താണല്ലോ മുട്ടക്കറിയൊക്കെ വെക്കുന്നത്. കൊച്ചുള്ളിയും പച്ചമുളകും ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഉണ്ട്, അന്ന് എല്ലാം കൊത്തിയരിഞ്ഞ് പിന്നെ അന്നത്തെ മസാലകളൊക്കെ ഒന്ന് കല്ലിൽ വെച്ച് അരച്ച്, മല്ലിപ്പൊടിയാണ് കൂടുതൽ. തേങ്ങാപ്പാൽ ചേർക്കുകയാണെങ്കിൽ നമുക്ക് ഇച്ചിരി മല്ലിപ്പൊടി കൂടുതൽ ചേർക്കാം. ഈ തേങ്ങാപ്പാൽ ചേർക്കുന്നതുകൊണ്ട് മല്ലിപ്പൊടിയുടെ ആ ടേസ്റ്റ് ഓവറായിട്ട് വരത്തില്ല. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് പുള്ളി പോയിട്ടുണ്ട്. ഹസ്ബൻഡ് പുറത്തോട്ടൊന്ന് പോയി. പാല് തൈര് ഒക്കെ ഇങ്ങനെയൊക്കെ വാങ്ങിക്കണമല്ലോ. ഒന്നിടവിട്ടുള്ള ദിവസങ്ങളിലൊക്കെ പോയി അതൊക്കെ വാങ്ങിച്ച് ഫ്രിഡ്ജിൽ വെക്കും. അതിലും ഇച്ചിരി ചൂട് കുറവുണ്ട്. ഇന്നലെ രാത്രിയിലത്തെ മഴയും ഇന്ന് രാവിലത്തെ ആകപ്പാടെ അന്തരീക്ഷം മൂടി അങ്ങനെ നിൽക്കുന്നു. എല്ലാവരും കുടയും കൊണ്ടാണൊക്കെ യാത്രയൊക്കെ. കുഴപ്പമില്ല. അപ്പോൾ ഒരിച്ചിരി ചൂടൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ വേറെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. എൻ്റെ ക്ലിപ്പിങ്സൊക്കെ കാണിക്കാം. ഓക്കെ, താങ്ക് യു.